ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, വെള്ള കാന്താരി ചീനിമുളക് നിങ്ങളുടെ വീട്ടിലുണ്ടോന്നേ? നോക്കിയേ, നിറച്ച് നിൽക്കുന്നേ. ഈ പ്രവടിയോടുകൂടി ഇനിയിപ്പോൾ മാത്രമേ ഉള്ളൂ. എരിവില്ല കേട്ടോ. ഇത് തൈരുമുളകിനും മോരിനകത്ത് ഇടാനും ഈ കൊച്ചു പിള്ളേർക്കൊക്കെ മുട്ടയ്ക്കകത്ത് അരിഞ്ഞു കൊടുക്കാനും ഒക്കെ നല്ലതുള്ളൂ. നല്ല വലിയ എരിവൊന്നുമില്ല. എരിവിന് കേമൻ നമ്മുടെ പച്ച കാന്താരിമുളക് തന്നെയാണ്. അത് ഒരെണ്ണം മതി, നല്ല എരിവല്ലേ. ഇവനിങ്ങനെ സുന്ദരക്കുട്ടപ്പനായി നിൽക്കുകയുള്ളൂ, എരിവില്ല. നോക്കിക്കേ, എന്നെ നല്ല രസമാണ്. നോക്കിക്കേ, നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, നല്ല വലിയ മുളകൊക്കെയാണേ, എരിവില്ല. തൈരിനകത്ത് ഉടച്ച് കൂട്ടാനാണ് ഏറ്റവും നല്ലത്. തൈരുമുളകാണിത്. വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാവേ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ തന്നെ വഴുതനച്ചെടിയാണേ. ഇത് കണ്ടോ, ഇവനിപ്പം 3ാം തലമുറക്കാരനാണ്. എന്നാ നല്ല വലിയ വഴുതനങ്ങയാണെന്ന് നോക്കിക്കേ, കാണാവോ? കണ്ടോ, ഇവനെ പരിച്ഛേദം ചുവടെ വെട്ടിക്കളഞ്ഞതാണേ. അത് കഴിഞ്ഞ് രണ്ടാമതും അവൻ കിളുത്ത് നല്ല മിടുക്കനായിട്ട് വന്നു. അമ്മച്ചി ചാരവും വളമൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ട് നിർത്തിയേക്കും ഇവനെ. ഇതുകൊണ്ട് ഒരു 3 കിലോയോളം നമ്മൾ ഇവനിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നല്ല നിറച്ച് നല്ല കാ തന്നുന്നുണ്ട് കേട്ടോ ഇവൻ. നോക്കിക്കേ, കാണാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.